ഒരു അമ്മയുടെ കാപട്യം, ഒരു പിതാവിന്റെ വേദന. ധുന്തുകാരിയുടെയും ഗോകർണന്റെയും കഥ. പുരാതന ഭാരതത്തിൽ തുംഗഭദ്ര നദീതീരത്ത് ബ്രാഹ്മണ ദമ്പതികളായ ആത്മദേവനും ധുന്ദുലിയും ജീവിച്ചിരുന്നു. ആത്മദേവൻ ധർമ്മനിഷ്ഠനും ജ്ഞാനിയും ആയിരുന്നു. പക്ഷേ ധുന്ദുലി ചഞ്ചലയും സ്വാർത്ഥിയുമായിരുന്നു. അവർക്ക് സമ്പത്ത്, ബഹുമാനം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ മക്കൾ ഇല്ല എന്ന ഒരു തീരാത്ത വേദന ആത്മദേവനെ അലട്ടി. ഒരു ദിവസം ദുഃഖിതനായ ആത്മദേവൻ കാട്ടിലേക്ക് നടന്നു. അവിടെ തേജസ്സോടെ ഇരിക്കുന്ന ഒരു മഹർഷിയെ കണ്ട ആത്മദേവൻ നിറകണ്ണുകളോടെ പറഞ്ഞു, ഗുരോ, എനിക്ക് സന്താനങ്ങളില്ല. ഇതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. മുനി ശാന്തനായി പറഞ്ഞു, നിന്റെ ജാതകപ്രകാരം 7 ജന്മത്തോളം നിനക്കു സന്താനം ഉണ്ടാകില്ല. പക്ഷേ ആത്മദേവൻ അപേക്ഷിച്ചു, ഗുരോ, എനിക്ക് ഒരു മകൻ ജനിക്കാൻ അനുഗ്രഹിക്കണം. കരുണയോടെ മുനി ഒരു പഴം നൽകി പറഞ്ഞു, ഈ ദിവ്യഫലം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുക. അവൾക്ക് ഒരു പുത്രൻ ജനിക്കും. ആത്മദേവൻ സന്തോഷത്തോടെ വീട്ടിലെത്തി പഴം ധുന്ദുലിക്ക് നൽകി. മകനെ പ്രസവിച്ചാൽ തന്റെ സൗന്ദര്യം പോകും എന്ന് കരുതിയ ധുന്ദുലി ചതിച്ചു. അവൾ ഗർഭിണിയായ സഹോദരിയുമായി കരാർ നടത്തി. അവളുടെ കുഞ്ഞിനെ താൻ പ്രസവിച്ചതുപോലെ നടിച്ച് ദത്തെടുക്കാൻ പദ്ധതിയിട്ടു. അവൾ പഴം പശുവിന് കൊടുത്തു. മാസങ്ങൾ കടന്നുപോയി. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. സഹോദരി പ്രസവിച്ച കുഞ്ഞിനു ധുന്ദുകാരി എന്ന് പേരിട്ട് ധുന്ദുലി ദത്തെടുത്തു. അതേസമയം പഴം തിന്ന പശുവും പ്രസവിച്ചു. മനുഷ്യശരീരമുള്ള പശുവിന്റെ ചെവികളോടുകൂടിയ ഒരു ദിവ്യശിശു ഗോകർണൻ. വർഷങ്ങൾ കടന്നപ്പോൾ ഗോകർണൻ ജ്ഞാനിയും ഭക്തനും ആയി വളർന്നു. ധുന്ദുലിയുടെ മകൻ ധുന്ദുകാരി ക്രൂരനും സ്വാർത്ഥനുമായിത്തീർന്നു. അവൻ പിതാവിനെയും മാതാവിനെയും പീഡിപ്പിച്ചു. ധുന്ദുകാരിയുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ആത്മദേവൻ തളർന്നു കരഞ്ഞു പറഞ്ഞു, ദുഷ്ടനായ മകൻ ഉണ്ടാവുന്നതിനേക്കാൾ മകനില്ലാത്തതാണ് നല്ലത്. ധുന്ദുകാരിയുടെയും ഗോകർണന്റെയും കഥ ഇങ്ങനെ തുടങ്ങി. തുടരും.